സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശിയായ 59-കാരൻ റഹീമാണ് മരിച്ചത്. സ്രവ പരിശോധനയിൽ ഈ രോഗം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തെ പനിയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വലിയ ഭീഷണി ഉയർത്തുകയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. മലബാർ മേഖലയിലാണ് ഇത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. 59 വയസ്സുള്ള ഒരാൾ. രോഗം ബാധിച്ച നിരവധി പേർ ചികിത്സയിലുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അനഘ. വിനോദ്, തൃശൂർ ചാവക്കാട് സ്വദേശിയായിട്ടുള്ള 59-കാരൻ റഹീമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇന്ന് അല്പസമയം മുൻപ് മരണപ്പെട്ടത്. ഇയാളെ ഇന്നലെ ഈ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പനിയെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസമായി ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ അബോധാവസ്ഥയിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ ആശുപത്രിയിൽ വെച്ചാണ് ഇയാളുടെ ശ്രവം പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അല്പം മുൻപ് ഇയാൾ മരണപ്പെടുകയുമായിരുന്നു. ഇയാൾ കഴിഞ്ഞ 3 വർഷമായി തൃശൂർ സ്വദേശിയാണെങ്കിലും കഴിഞ്ഞ 3 വർഷമായി കോഴിക്കോട് തന്നെ താമസിക്കുന്ന ആളാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ ഇയാൾക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചത്, ഇയാൾ കുളത്തിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ പരിശോധന നടത്തുകയാണ് എന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പറയുന്നത്. ആ കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ 11 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 3 പേർ കുട്ടികളാണ് എന്നതുകൂടിയാണ് പറയാനുള്ളത്. മാത്രമല്ല, ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. മറ്റാർക്കും തന്നെ മറ്റ് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 1.5 മാസത്തിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം 6 മരണമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്നതാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 6 പേർ മരണസംഖ്യ 6ആയി മാറുന്നു എന്നുള്ളതാണ്. എന്താണ് ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഒരു വിശദീകരണം? ഇതിന് കൃത്യമായ മരുന്ന് നൽകാൻ സാധിക്കുന്നില്ലേ? ഇത് എങ്ങനെയാണ് ഈ രോഗം കൂടുതൽ പേരിലേക്ക് പടരുന്നത്? ഇത് പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യം ആരോഗ്യ വകുപ്പിനും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ അനഘ? വിനോദ്, കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടോകോൾ ഇറക്കുന്നതിലേക്ക് ആരോഗ്യവകുപ്പ് ഇപ്പോഴും കടന്നിട്ടില്ല എന്നതാണ്. ആരോഗ്യ പ്രവർത്തകരുമായി ആശാവർക്കറുമായി ഒക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് തങ്ങൾക്ക് ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതിലുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഈ ആരോഗ്യ പ്രവർത്തകരടക്കം പറയുന്നത്. ഈ അസുഖം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു കഴിഞ്ഞാൽ 95% ഈ മരണം ഉറപ്പാകുന്ന ഒരു അസുഖം കൂടിയാണിത്. പ്രത്യേകിച്ച് മലിനജലത്തിൽ നിന്നാണ് ഈ അസുഖം പടരുന്നത് എന്നാണ് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വകുപ്പും ഒക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രവർത്തകർ തന്നെ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിദഗ്ധർ തന്നെ പറയുന്നത് ഇത് ഈ മലിനജലത്തിൽ കൂടി മാത്രമല്ല, അല്ലെങ്കിൽ മൂക്കിലൂടെ മാത്രമല്ല ഈ അസുഖം ബാധിക്കുന്നത് എന്നതാണ്. അത് ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിലൂടെ പോലും അസുഖം ബാധിക്കുന്ന സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു വസ്തുത പറയാനോ, എന്താണ് ഇതിന്റെ ഉറവിടം, എങ്ങനെയാണ് ഇത് പടരുന്നത്, എങ്ങനെ നമുക്ക് ഇതിനെ പിടിച്ചു കെട്ടാൻ കഴിയും എന്നതിനെ കുറിച്ച് ആരോഗ്യ വകുപ്പ് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോളോ ഒരു മാനദണ്ഡവുമോ പുറത്ത് ഇറക്കിയിട്ടില്ല എന്നതാണ്. ഇത്തരത്തിൽ ഒരു മരണസംഖ്യ, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണസംഖ്യ ദിനംപ്രതി ഉയരുകയാണ്. ഓരോ ദിവസവും ഇത്തരത്തിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം പോലുമുണ്ട്. പക്ഷെ അപ്പോഴും കൃത്യമായിട്ടുള്ള മാനദണ്ഡം ഇറക്കാൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ക്ലോറിനേഷനാണ് ആദ്യപടിയായി ചെയ്യേണ്ടത്. വീടുകളിലെ കിണറിൽ നിന്ന് അസുഖം ബാധിച്ചാണ് ഓമശ്ശേരി സ്വദേശിയായിട്ടുള്ള 3 മാസം പ്രായമുള്ള കുഞ്ഞ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വീടുകളിലെ കിണറുകളിലും വാട്ടർ ടാങ്കിലും അടക്കം തന്നെ ഇത്തരത്തിൽ ക്ലോറിനേഷൻ പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് ഹോട്ടലുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു നഗരം കൂടിയാണ്. പക്ഷെ അവിടെയുള്ള കിണറുകളിലൊക്കെ തന്നെ കൃത്യമായി ക്ലോറിനേഷൻ പ്രവർത്തനം നടത്താനുള്ളൊരു നീക്കം ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ്. എന്തായാലും ഇത്രയധികം ഗുരുതര
ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ പോലും ഈ മരണസംഖ്യ മറച്ചു പിടിക്കാൻ ആണ് ആരോഗ്യ വകുപ്പിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരിടവരെ 2 മരണം മാത്രമായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ സൈറ്റിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഇത് വാർത്തയായും ചർച്ചയുമായതിനു ശേഷം മാത്രമാണ് ഇത് തിരുത്തി ഈ മരണസംഖ്യ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് പോലും ആരോഗ്യ വകുപ്പ് പോയത്. എന്തായാലും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്, അത് കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളാണ് ഈ ജലാശയങ്ങളിൽ നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതാണ്. എന്തായാലും ആരോഗ്യ വകുപ്പ് ഒരു നിസ്സംഗ മനോഭാവം ഈ വിഷയത്തിൽ തുടരുകയാണ് വിനോദ്. തീർച്ചയായും ആരോഗ്യ വകുപ്പിന്റെ നിസ്സംഗ മനോഭാവം തുടരുന്നു. മരണസംഖ്യ ഏറുമ്പോഴും ഈ രോഗം കൃത്യമായി നിയന്ത്രിക്കാനും മരണസംഖ്യ പിടിച്ചു നിർത്താനും ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം മലബാർ മേഖലയെ ഭയപ്പെടുത്തുകയാണ്. ഏറ്റവും അവസാനം 59 വയസ്സുള്ള ഒരാൾ കൂടി മരണപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷം വരെയും ഇതിന് എന്ത് പ്രോട്ടോക്കോൾ വേണമെന്ന് പോലും ഉള്ള നിർദ്ദേശം ഇറക്കാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല. ഓരോ മണിക്കൂറിലും ആരോഗ്യ കേരളം എന്ന് പ്രസംഗിക്കുന്നതല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഒരാൾ കൂടി മരണപ്പെടുന്നു എന്നുള്ള വാർത്ത.